ഗൗതമേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോൺ ബ്രിട്ടാസ് എയറിലേക്ക് പോയിട്ട് താഴെ ഇറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എയറിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളി ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട്, പിന്നെയും എയറിലോട്ട് പോകുന്നുണ്ട്. കാരണം ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് ചൈനയെ പൊക്കി പറഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ബജറ്റ് കഴിഞ്ഞതിന് ശേഷം അവലോകന പ്രസംഗത്തിൽ നടത്തിയത്. അദ്ദേഹം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് കുംഭമേളയിൽ മുങ്ങുന്നതിനെയും കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ചപ്പോൾ മുതലേ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തുകയും ക്രിസ്തീയ ആരാധന പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത് മതവിശ്വാസിയായി ജീവിക്കുന്ന ഒരാളാണ് കുംഭമേളയെ കുറ്റം പറയുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, ചൈന AI തിരമാലകൾ ഉണ്ടാക്കുന്ന കാലത്താണ് ഇന്ത്യയിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ബ്രിട്ടാസിന് കൃത്യമായ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ കുംഭമേളയും നടത്തും, അതുപോലെ തന്നെ വാക്സിനും കണ്ടുപിടിക്കും, അതുപോലെ ഈ പറയുന്ന പോലെ UPI GPay പോലുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കും. എന്തായാലും കൊറോണ ഉണ്ടാക്കി തുറന്നു വിടുന്ന പരിപാടി ഇല്ല എന്നുള്ളത് തന്നെ സോഷ്യൽ മീഡിയ ബ്രിട്ടാസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബ്രിട്ടാസിന് ആവശ്യമുള്ള പണിയെടുത്താൽ പോരായിരുന്നു. നല്ല വിമർശനങ്ങളൊക്കെ പറ്റും, പക്ഷേ ഇത് വേണമായിരുന്നു, അമിതമായ ചൈന സ്നേഹം. നമുക്ക് കുംഭമേളയെ ലോകത്തിൽ നിന്ന് തന്നെ നിരവധി ആളുകളാണ് സ്നേഹിക്കുന്നത്. ഇന്ത്യക്കാർ മാത്രമല്ല കുംഭമേളയുടെ ഫാൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത്രയും ജനകോടികൾ ഇഷ്ടപ്പെടുന്ന ഒരു കുംഭമേളയെ ഈ രീതിയിൽ അധിക്ഷേപിക്കുക എന്ന് പറയുന്നതിൽ നാണമില്ലേ ജോൺ ബ്രിട്ടാസിന് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നില്ല, പൊതുജനം അതാണ് ചോദിക്കുന്നത്. ബ്രിട്ടാസിന് ഉണ്ടായിരുന്ന ഒരു വിലയുണ്ട്. ഒരു MP എന്ന നിലയിൽ ബ്രിട്ടാസ് രാജ്യസഭയിൽ നല്ല രീതിയിൽ സംസാരിക്കാനും പ്രസംഗിക്കാനൊക്കെ കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ് ബ്രിട്ടാസ്. അതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് അവതരിപ്പിക്കാനുള്ള ഒരു വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അറിയാം. അതിൽ പലവിധ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അറിയുന്ന ഒരു MP തന്നെയാണ് ജോൺ ബ്രിട്ടാസ്. അങ്ങനെയുള്ളൊരു ജോൺ ബ്രിട്ടാസിൻ്റെ വായിൽ നിന്ന് ഇത്തരം രീതിയിലുള്ളൊരു പരാമർശങ്ങൾ വന്നത് യഥാർത്ഥത്തിൽ CPMൻ്റെ അകത്ത് നിന്ന് പോലും അതിലുള്ള സഖാക്കൾക്ക് പോലും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ഉള്ളത്. ഇപ്പം നമുക്ക് കാണാം, ചില കമ്മികളുടെ ചില സൈബർ ഗ്രൂപ്പുകളിലൊക്കെ ബ്രിട്ടാസെ വേണ്ടായിരുന്നു, അനാവശ്യ പരാമർശമായി പോയി, നമ്മളിപ്പം തന്നെ എവിടെയും ഇല്ലാത്തൊരവസ്ഥയിൽ പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമാണ് സഖാക്കൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരം രീതിയിലുള്ളൊരു പരാമർശം നടത്തിയത് എന്നാണ് പലരും ബ്രിട്ടാസിനോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഒരു മൗലികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ചങ്കിലെ ചൈനയിൽ പക്ഷേ ഇതില്ല. ഇത് ബ്രിട്ടാസ് ഓർമ്മിക്കണം ആദ്യമായിട്ട്. ചങ്കിലെ ചൈനയിൽ ഉയ്ഗുർ മുസ്ലിങ്ങളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മതസമുദായങ്ങളെ ആയിക്കോട്ടെ ഇവരെയൊക്കെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ചെറുപ്പം തന്നെ കുട്ടികളെ മതത്തിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഈ ട്രെയിനിങ് സെൻറ്റേഴ്സ് അടക്കമുണ്ട്. അവരെ പേര് മാറ്റുക, അവരെ മതചിന്തയിൽ നിന്ന് പൂർണ്ണമായിട്ട് റീപ്രോഗ്രാം ചെയ്യുക, ഇത്തരമുള്ള പരിപാടികളൊക്കെ നടത്തുന്ന ഒരു രാജ്യമാണ് ഈ ചൈന എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചൈനയിൽ ഇല്ല, ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല. ഇങ്ങനെ ഒരു കാര്യം ചൈനയിൽ പോയിട്ട് ആ സർക്കാരിനെതിരെ ബ്രിട്ടാസിന് ഉന്നയിക്കാൻ പറ്റുമോ? അവിടെ പോയിട്ട് സാധിക്കില്ല. കാരണം ഒപ്പം തന്നെ മുമ്പിൽ ടാങ്കറോ അല്ലെങ്കിൽ വെടിക്കോപ്പോ കൊണ്ടിട്ട് ബ്രിട്ടാസിനെ വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ എവിടെ നിന്നാണ് ഇത് സംസാരിക്കുന്നതെന്ന് ബ്രിട്ടാസ് ആദ്യം തിരിച്ചറിയണം. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ ആഘോഷ സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ അല്ല ചൈന. അപ്പോൾ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഒരു തരത്തിലും യോജിക്കുന്ന ഒരു സംഗതിയല്ല. പിന്നെ AI കുറിച്ച് ബ്രിട്ടാസ് പറയുന്നുണ്ടല്ലോ. എന്താണ് ഇവിടെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ എത്രമാത്രം തുകയാണ് AIക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ വിനിയോഗിച്ചിരിക്കുന്നത്? അത് ബ്രിട്ടാസ് മനസ്സിലാക്കണം. അതായത് 3 സെൻറ്റർ ഫോർ എക്സലൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണ് ഇപ്പോൾ ഇത്തവണ ഈ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള. അപ്പോൾ അത്തരം രീതിയിൽ പല പദ്ധതികളും AIക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് തീർത്തും തെറ്റായിപ്പോയി. അതുമാത്രമല്ല, കുംഭമേളയിൽ തന്നെ എത്ര AI ക്യാമറാസ് ഉണ്ട്. മൊത്തം രീതിയിൽ AI നിയന്ത്രിതമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് കുംഭമേളയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതായത് ട്രഡീഷണലും അതോടൊപ്പം തന്നെ മോഡേണിറ്റിയും സംഗമിക്കുന്ന ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഈ കുംഭമേള എന്ന് പറയുന്നത്. അല്ല, ഇതിൽ
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ BJPയെ കുറ്റപ്പെടുത്താൻ, BJPയെ വിമർശിക്കാൻ വേണ്ടി ഹിന്ദു സംസ്കാരത്തെ, ഹിന്ദു ആചാരങ്ങളെയൊക്കെ എതിർക്കുക എന്നുള്ളൊരു സ്ഥിരം ശൈലിയുണ്ട്. അത് പക്ഷേ കോൺഗ്രസിന് അതിൻ്റെ അപകടം കുറേയൊക്കെ മനസ്സിലായി, അവരതിൽ നിന്ന് കുറേയൊക്കെ പിന്മാറിയിട്ടുണ്ട്. അല്ല, മനസ്സിലായി എന്ന് ഞാൻ പറയുന്നത് ഉത്തരേന്ത്യയിലെ വോട്ടിൽ വലിയ വിള്ളലുകൾ വന്ന സമയത്ത് അവർക്ക് കുറച്ചൊക്കെ ഇല്ല, കോൺഗ്രസിനും മനസ്സിലായിട്ടില്ല, CPM-നും മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഈ കുംഭമേളയിൽ തന്നെ കഴിഞ്ഞ ഏതാനും ഒരു 2 ആഴ്ച മുമ്പ് ഖാർഗെ എന്താണ് പറഞ്ഞത്? കുംഭമേളയിൽ മുങ്ങിയാരും ദാരിദ്ര്യം മാറുമോ? കുംഭമേളയിൽ മുങ്ങിയ വയറ് നിറയുമോ? കുംഭമേളയിൽ മുങ്ങിയാര് രാജ്യത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാവുമെന്നാണ് ഖാർഗെയുടെ വായിൽ. ശരിയാണ്, ഖാർഗെ അങ്ങനെ പറഞ്ഞു. ഖാർഗെ പറഞ്ഞത് സോണിയാഗാന്ധി തിരുത്തി. ഖാർഗെ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും ഞങ്ങൾ ഏറെ ബഹുമാനിക്കുന്നതാണ് കുംഭമേള എന്നും സോണിയാഗാന്ധി പറഞ്ഞു. അതായത് പരമോന്നത നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയെ തിരുത്തണമെങ്കിൽ സോണിയയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പറഞ്ഞത് ശരിയാവില്ല എന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതും സോണിയാഗാന്ധിക്ക് അറിയാം. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള CPM-ൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി കുറച്ചുകൂടെ പിണറായി വിജയനൊക്കെ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്നാണ് ഈ ബിട്ടാസ് അവിടെ പോയിട്ട് ഒരു കുംഭമേളയെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസപരമായ കാര്യങ്ങളെ ഒന്ന് എതിർത്ത് കഴിഞ്ഞാൽ, നേരത്തെ എന്നോട് ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു നാഷണൽ ചാനലുകളിലും വലിയ സംസാര വിഷയമൊന്നുമല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മാത്രമാണ് വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ബിട്ടാസിൻ്റെ ഉദ്ദേശവും. ഇവിടെ കുറേ മാധ്യമങ്ങൾ ചർച്ചയാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. എന്നിട്ട് ചിലപ്പോൾ അടുത്ത ഒരു ഇലക്ഷനിൽ ഒരു MLA സ്ഥാനമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇവിടുത്തെ ചില സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടാസ് ഇത് പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. അതെ, അത് 100% ശരിയാണ്. ആ ഒരു സംഭവത്തിന് വേണ്ടി തന്നെയാണ് ബ്രിട്ടാസ് ഇങ്ങനത്തെ എന്താണ് പറയുന്നത്, ഈ ഹിന്ദു വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഗൗതം പറഞ്ഞത് അതായത് ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ. അവിടെ പള്ളിയിൽ കൂടിയിരുന്നു കൊണ്ട് കൂട്ടപ്രാർത്ഥന നടത്തുന്നത് ചൈനീസ് ഗവൺമെൻറ് നിരോധിച്ചിരുന്നു. അവിടെ സുന്നത്ത് നടത്താൻ പറ്റില്ല, ഈ ചൈനയിൽ സുന്നത്ത് നടത്താൻ പറ്റില്ല. ഇതിനെതിരെയൊക്കെ ബ്രിട്ടാസ് ശക്തമായി പ്രതിഷേധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനെതിരെ ഈ ചൈനയിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ പോലെ എന്താണ് ഈ സ്റ്റാലിൻ ഭരണകൂടത്തിൻ്റെ സമയത്താണ് നടന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശ സംഘടനകളൊന്നും പുറത്തുവിട്ടുണ്ടായിരുന്നു. അതിനെതിരെ പറയില്ല. കുട്ടികൾക്ക് പോലും അറിയാം സ്റ്റാലിൻ ചെയ്ത എത്രയാണ്. അത് ശരിയാണ്. മാത്രമല്ല ഈ ചൈന ഇത്രയും വലിയ ചൈനയെ പറ്റി പറയുമ്പോൾ ടിബറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ടിബറ്റിനെ പിടിച്ചടക്കി അവരുടെ ആത്മീയമായ അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ദലൈലാമയ്ക്ക് നാട് വിടേണ്ട അവസ്ഥ വരെ വന്ന് അത് ഇന്ത്യയാണ് അഭയം കൊടുത്തത്. അത് ആരാ ചെയ്തത്? ഈ പറയുന്ന ചങ്കില ചൈനയാണ് ചെയ്തത്. ആ ചങ്കില ചൈന, ഇത്രയും തോന്നിവാസങ്ങളെല്ലാം ചെയ്യുന്ന ചൈനയാണ് ഈ പറയുന്ന ബിട്ടാസ് അങ്ങേയറ്റം നെഞ്ചേറ്റുന്നത് എന്നുള്ളതാണ്. ചൈനയെ നെഞ്ചേറ്റിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൊറോണയെ തുറന്നു വിട്ട സമയത്ത് കൊറോണ വുഹാനിലെ ലാബിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അത് തുറന്നു വിട്ടതാണെന്നും അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യം ഉണ്ടായി. അതിനെതിരെ ബിട്ടാസിനൊന്നും പറയാനില്ലേ? പിന്നെ ഇവിടുത്തെ AI-യുടെ കാര്യം ഇന്നലെ നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചു. ChatGPT എന്ന് പറയുന്ന വലിയ AI സംവിധാനമുണ്ട്. ആ AI സംവിധാനത്തിന് പകരമുള്ള ഇന്ത്യയുടെ സംവിധാനം 10 മാസത്തിനകം വരുമെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. 10 മാസത്തിനകം. അത് ചില്ലറ കാര്യമാണോ? അത് ഏത് രാജ്യമുണ്ട്? ഈ ചങ്കിലെ ചൈനയ്ക്ക് ChatGPT പോലത്തെ വേറെ എന്താണ്? ChatGPT-നെ മറികടക്കുന്ന വിദ്യയോട് കൂടിയിട്ട് അത് വരാൻ. അതെ, ഇപ്പം നിലവിൽ സോഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്പുമാണ് ഈ ChatGPT പോലുള്ള സംവിധാനങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത്. അതിനെ മറികടക്കാനാണ് ഇന്ത്യയെ പോലുള്ള നമ്മുടെ ഭാരതം തദ്ദേശീയമായിട്ടാണ് അത് വികസിപ്പിക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാന്ദ്രയാനിൽ പോയി നമ്മൾ വിസ്മയം തീർക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോയി. ഈ ഇസ്രോ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിന് അഭിമാനമായി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോയി. ഇങ്ങനെ പോട്ടെ, ഈ ചൈനയാണോ ഇന്ത്യയാണോ ഏറ്റവും കൂടുതൽ UPI ഇടപാടിൽ മുന്നിൽ നിൽക്കുന്നത്? ഇന്ത്യയാണ് നിൽക്കുന്നത്. ചൈനയിൽ ഇന്ത്യയിലേക്കാളേറെ ഭൂരിപക്ഷമുണ്ട്, അവിടെ ജനങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം ജനങ്ങളുള്ള, അതായത് പല വിധത്തിൽ ജാതികളിൽ, പല മതങ്ങളിൽ, പല വിദ്യാഭ്യാസ ക്വാളിറ്റികളിലൊക്കെ ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന ഒരു നാട്ടിൽ ഈ UPI എന്ന് പറയുന്ന സംവിധാനം, ഈ പറയുന്ന GPay, ഫോൺപേ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ വ്യാപിച്ചത് എന്തുകൊണ്ടാണ്? മോദി സർക്കാരിൻ്റെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണത്. ഇതൊന്നും കാണാതെയാണ് ഈ പറയുന്ന പോലെ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വളരെ വലിയ രീതിയിൽ ഉന്നതി പ്രാപിക്കണം, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഇതിനെ കുംഭമേളയുമായിട്ട് ലിങ്ക് ചെയ്ത് കുംഭമേളയിൽ മുങ്ങുകയാണ് ഇന്ത്യക്കാർക്ക് താല്പര്യം എന്നൊക്കെ പറയുന്നത് കൃത്യമായ രീതിയിൽ ഖാർഗെയുടെ വഴി തന്നെയാണ് ഈ ജോൺ ബ്രിട്ടാസും പിന്തുടരുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഒരേ കൂട്ടറാണ്. ഇന്ത്യ വിരുദ്ധരാകുക,
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ ഉത്സവങ്ങളെ കളിയാക്കുക, അതിന് മേന്മയില്ല, നന്മയില്ല, അത് ദാരിദ്ര്യം വിതയ്ക്കുന്നതാണ് തുടങ്ങിയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുക എന്നതാണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ട് പ്രധാന നേതാക്കളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ തീർച്ചയായിട്ടും സാങ്കേതിക മികവിൽ വലിയ ഉന്നതി പ്രാപിക്കട്ടെ. മറ്റൊരു സത്യാവസ്ഥ വാർത്ത, നമ്മൾ ഈ ചൈനയിൽ നോക്കുകയാണെങ്കിൽ ചൈനയിൽ ഇന്ത്യനെക്കാട്ടി മികച്ച രീതിയിലുള്ള ഒരു സാങ്കേതിക വിദ്യ തന്നെ ഉണ്ട് പല രീതിയിലും. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, മറ്റു ടെക്നോളജീൻ്റെ സംവിധാനം ആയിക്കോട്ടെ, അത് ചൈന എത്രയോ പടി മുന്നിൽ തന്നെയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അത് ചൈനയോടുള്ള ചൈനയുള്ളതുകൊണ്ടോ ചൈനയോടുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല, അതൊരു വസ്തുതയാണ്. അതിനെക്കാട്ടിയും മറികടക്കുന്ന രീതിയിൽ എത്തിച്ചേരണം ഇന്ത്യ ലോകത്തിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു സർക്കാരുമാണ് നിലവിലിപ്പോൾ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുള്ളിടത്തോളം കാലം യാതൊരു തരത്തിലുള്ള ഭയവും നമുക്ക് വേണ്ട. വലിയ ഉയരങ്ങളിലേക്ക് തന്നെ എല്ലാ കാര്യത്തിലും ഇന്ത്യ എത്തിച്ചേരും. അതെ, തീർച്ചയായും.